എല്ലാവരും ചോദിക്കുന്നുണ്ട് അവി എവിടെ, അവി മരിച്ചോന്നൊക്കെ എഴുതി ചോദിക്കുന്നു. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയോ? ആളുകൾ കഥയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഒന്ന് അവി ഞാനും ഡിവോഴ്സായി, അതൊന്ന്. പിന്നെ ഒന്ന് അവി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഗൾഫിൽ പോയി. പിന്നെ അവി ആണെങ്കിൽ പെയിന്റ് പണിക്ക് പോയി. പണ്ടത്തെ പോലെ മറ്റേ ഹാർബറിൽ പോയി ജോലിക്ക്. പിന്നെന്താ പറയുന്നത്, പിന്നെ വേറെ കല്യാണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഭയങ്കര പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പിരിഞ്ഞതൊക്കെ വിചാരിച്ചിട്ട് സത്യം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലല്ലോ യഥാർത്ഥ ജീവിതമെന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ? സത്യം പറഞ്ഞ ഈ വ്ളോഗ് ചെയ്യുന്ന ഒരുവിധം ആളുകളും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം നമ്മുടെ അവി വ്ളോഗ്സ് പലർക്കും അറിയായിരിക്കും. ഒരു കാലത്ത് യൂട്യൂബിൽ നല്ലതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു പയ്യനായിരുന്നു പുള്ളിക്കാരൻ. ചാനൽ തുടങ്ങിയ സമയത്ത് മല്ലു ട്രാവലർ, സുജിത് ഭക്തൻ ഇവരെ പോലെ ട്രാവൽ വ്ളോഗ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കല്യാണം കഴിയുന്നത്. സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇവൻ മാരേജ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ ട്രാവൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ഇവന്റെ ചാനലിന്റെ രീതിയൊക്കെ അങ്ങ് മാറി. മെല്ലെ മെല്ലെ ഫാമിലി വ്ളോഗിലോട്ട് പോകാൻ തുടങ്ങി. എന്തായാലും 3 വർഷം ഇവൻ ഫാമിലി വ്ളോഗൊക്കെ റൺ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇവനൊരു ട്രിപ്പ് പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം കുറച്ചു കാലമായിട്ട് ഇവൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് 3 മാസം മുന്നേ ഋഷി വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. ഇല്ല മോനെ, 3 ദിവസം മുന്നല്ലേ വന്നത്? 3 ദിവസം മുമ്പാണ് വന്നത്. അപ്പൊ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ നാട്ടിലോട്ട് പോവാണ്. ആകെയുള്ളൊരു ഓർമ്മ അതാണ് അഭിലാഷ് ഭായിയുടെ കൂടെ. ഇവൻ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലഗേജും കാര്യങ്ങളും. എമർജൻസിയിൽ ഇനി തുടരാൻ പറഞ്ഞ നമ്മളൊരു വീഡിയോ ഉണ്ട് അല്ലേ? അതെ. അപ്പൊ ഇനി അതെന്തായാലും പറ്റത്തില്ല. പറ്റൂലേ? പറ്റൂല. ഓക്കെ, എനിക്ക് ഇനി പറ്റുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുണ്ടാവും. ഇടവും പറയാൻ നിൽക്കുന്നത് 2 ചങ്കുകളാണ്. സത്യം പറഞ്ഞു ചേട്ടന്മാർ. എന്റെ പൊന്നുപോലാണ് ഇത്ര ദിവസങ്ങൾ നോക്കിയത്. ഞാൻ 4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 4 ദിവസം എന്റെ പൊന്നുപോലാണ് നോക്കിയത്. എന്റെ നോക്കുന്ന ആളുകളൊന്നും ആരും നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ എന്റെ പൊന്നുപോലാണ് നോക്കിയത്. മറന്നില്ല. ഞാനിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കാണാൻ വരുന്നത് ഇവർ രണ്ടുപേരെയായി. കുറച്ച് മാസങ്ങളായി യൂട്യൂബിലൊന്നും കാണാതിരുന്ന അവിയെ നമ്മൾ പിന്നീട് കാണുന്നത് ദുബായിൽ വെച്ചാണ്. എന്തായാലും ഇവിടെ അവി പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന്, ജീവിതകാലം മുഴുവൻ ഗൾഫിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. 2, എന്നെ പൊന്നെ പോലെ നോക്കിയത് ഈ 2 ചേട്ടന്മാരാണ്. എന്നെ നോക്കേണ്ടവരൊന്നും നോക്കിയില്ല. അവിയുടെ ഈ 2 ഡയലോഗിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് അവി ഇത്രയും നാൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നതെന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ പലർക്കും കാര്യം പിടികിട്ടി. പലരും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമുക്കപ്പം ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് വരെ പോയിട്ട് വരാം. അവിയുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്ന ടൈമായിരുന്നു. ആ പെണ്ണ് വന്നതിന് ശേഷം അവൻ്റെ കഷ്ടകാലം തുടങ്ങി. അവൾക്ക് നല്ലൊരു ടൈമിൽ ചെക്കനെല്ലാം ചെയ്തു കൊടുത്തു. അവൻ്റെ മോശം സമയത്ത് അവനെ ഇട്ടേച്ചും പോയി. സാരമില്ല മോനെ, നിന്റെ നല്ല നാൾ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവിയുടെ വൈഫായ സ്വാതിയുടെ ചാനലിൽ 1 വർഷം മുന്നേ സ്വാതി അവിയുടെ കൂടെ അവസാനമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് അവി എവിടെ, അവി മരിച്ചോന്നൊക്കെ എഴുതി ചോദിക്കുന്നു. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയോ? ആളുകൾ കഥയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഒന്ന് അവി ഞാനും ഡിവോഴ്സായി, അതൊന്ന്. പിന്നെ ഒന്ന് അവി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഗൾഫിൽ പോയി. പിന്നെ അവി ആണെങ്കിൽ പെയിന്റ് പണിക്ക് പോയി. പണ്ടത്തെ പോലെ മറ്റേ ഹാർബറിൽ പോയി ജോലിക്ക്. പിന്നെന്താ പറയുന്നത്, പിന്നെ വേറെ കല്യാണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഭയങ്കര പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പിരിഞ്ഞതൊക്കെ വിചാരിച്ചിട്ട് സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഈ ഒരു കാര്യമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതുവരെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടെ മറുപടി പറയാൻ നമുക്ക് അവിയെ കൂടി കൊണ്ട് വിളിക്കാം. ഓക്കെ, വാ, കമോൺ. നിങ്ങൾ എല്ലാരും ചോദിച്ച ആളെ നേടാൻ ഞാൻ മുന്നേ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെയാന്ന് ചെറിയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ക്യാമറയൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ട് കുറെ നാളായി. ഏകദേശം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പൊ 3 മാസത്തിന് മേളിലായി. അതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. എന്താ റീസൺ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും അല്ലെ? കാരണം അത് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുകയാണ്.
അതെ, ആ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം പിന്നെ സ്വാതിയും അവിയും ചേർന്ന് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്തായാലും ഇതിനെല്ലാം ശേഷം 2 ദിവസം മുന്നേ അവി പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിയുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഹായ്, നിങ്ങളൊക്കെ ഇത് എവിടാ? എത്ര നാളെ കണ്ടിട്ട്? നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല. ചുമ്മാ പറഞ്ഞാണ്. ഞാൻ ഏകദേശം 1 വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറെ പ്രശ്നങ്ങൾ എന്താ പറയാ, 2024 ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എല്ലാം പറയാം, സമയമാട്ടെ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. നല്ലൊരു സന്തോഷം തോന്നുന്നു കേട്ടോ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, കുറെ ദിവസത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലോട്ട് വരണമെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എന്താ എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ജീവിതത്തിലെ വളരെ മോശം അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോയതെന്നാണ് അവി പറയുന്നത്. അവിയെ ഇത്രയും ഡിപ്രഷനിൽ എത്തിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ തന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അവി റിവീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം. എനിക്ക് അവിയോട് പറയാനുള്ളത്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച് ഇനി അതും ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇനി മുന്നോട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചിന്തിക്കൂ. ഇത് പറയാൻ നല്ല ഈസിയാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടാണെന്ന് എനിക്കറിയാം. എല്ലാം ഓക്കെ ആയി അവിക്ക് പഴയതുപോലെ വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.